പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് കലാഭവന്റെ മിമിക്രിയോടൊപ്പം ഇതേ വേദിയിൽ ആദ്യമായി വീണ്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതേ വേദിയിൽ നിൽക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത് നിങ്ങൾക്ക് എന്നോട് കാണിച്ചിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. ഈ പരിപാടിയുടെ അവസാനം വരെ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. മലയാളത്തിൻ്റെ മഹാഭാഗ്യമായ മോഹൻലാലിനോടും ഷീലാമ്മയോടും ഒപ്പമൊക്കെ ഒരേ സ്റ്റേജിൽ നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എന്താണ് നമസ്കാരം. യമൻ സാറന്മാരുടെ മുമ്പിൽ ഒരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. അതിന് ഈ വേദി ഞാൻ ഒരുക്കി കൊടുത്തു. ഇപ്പൊ പറഞ്ഞ് ലീഡർ ഇവിടെ ഒരു പരിപാടി നടത്തും. അല്ല, ഇവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ ട്രൂപ്പിന്റെ ഒരു ലീഡർ എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, മോഹൻലാൽ ഇപ്പൊ വരും, ലാലിനോട് പറഞ്ഞാൽ മതി. അപ്പൊ ലാൽ എന്തെങ്കിലും അതിനൊരു ഇത് കാണും, എന്നിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്തു. വരുമോ? ഓക്കെ, ഇപ്പൊ തന്നെ വരും. ശരി, ഞാൻ വിളിക്കാം. സാർ ജെന്റിൽമാൻ ആയതുകൊണ്ട് ഞാൻ പറയാം ലാലിനോട്. റെസ്പെക്ട്. ഓക്കെ, ഗിവ് ടേക്ക് റെസ്പെക്ട്. താങ്ക് യു. കണ്ണൻ ഇപ്പൊ എത്ര പട്ട അടിക്കും? കണ്ണൻ എത്ര പട്ട അടിക്കും? വൃത്തിയായിട്ട് പറയുന്നു. മോന്റെ പേരെന്തുവാ? അത് കണ്ണൻ. ആനയുടെ പേരോ? അതും കണ്ണൻ. ഞങ്ങളാന്നോ ആനയ്ക്കും മോന് വരെ പേരിട്ട് വെച്ചത്? സാറേ ക്ഷമിക്കണം, വിവരമില്ലാത്തവനെ ക്ഷമിക്കണം സാർ. ശരി, അപ്പൊ ലാലിനോട് ഒന്ന് പറഞ്ഞോ. നല്ലൊരു ചടങ്ങ് ഭാര്യയുടെ പേര് മക്കളുടെ നീ ആരടാ? മലയാള സിനിമയുടെ മഹാഭാഗ്യം നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായ നമ്മുടെ മോഹൻലാൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഊഷ്മളവും ആഹ്ലാദകരവുമായ ഒരു രാത്രി ഞാൻ നേരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ സ്റ്റേജിൽ വീണ്ടും ഞാൻ എത്തുകയാണ്. ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി തന്ന ഈസ്റ്റ് കോസ്റ്റ് വിജയനും മറ്റ് സ്പോൺസേഴ്സിനും നിങ്ങൾക്കുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. മുഹബത്ത്, പ്രണയം, അവർണ്ണനീയവും അനിർവചനീയവുമായ ദൃഢവും ലോലവുമായ ഒരു വികാരം. കവികൾ എത്ര പാടിയാലും എഴുത്തുകാർക്ക് എത്ര എഴുതിയാലും മതി വരാത്ത വികാരം. ആ വികാരം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നു, സമ്പുഷ്ടമാക്കുന്നു. നമ്മളുടെ ഇടയിൽ നിന്ന് പ്രണയവും സ്നേഹവും ഒക്കെ മാഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കിട്ടിയ അവസരം നമുക്കെല്ലാം മറന്ന് പ്രണയിക്കാം, സ്നേഹിക്കാം. ഈ 3-3.5 മണിക്കൂർ നമുക്കെല്ലാം മറന്ന് സന്തോഷിക്കാം, ആഘോഷിക്കാം. ജീവിതം നൈമിഷികമാണ്, അതുകൊണ്ട് പ്രണയബദ്ധരാകൂ ഞങ്ങളോട്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് വന്ന് ഇന്റർഫിയർ ചെയ്യുന്നതാണ് ഇവരെ. ഒന്ന് പറഞ്ഞ സമാധാനം. ഞാൻ പറഞ്ഞോളാം. സിദ്ദിഖ്, താങ്ക് യു. എന്താണ് സാർ? ഞങ്ങളൊരു ധർമ്മ സങ്കടത്തിലാണ്. സാർ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ താരങ്ങളുടെയും സമക്ഷത്തിൽ ഇവന്റെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് സാർ. അതിനെ ഈസ്റ്റ് കോസ്റ്റ് വിജയനെ കണ്ട് ഇഷ്ടം പോലെ എണ്ണി മേടിച്ച് എന്നിട്ട് ഈ സ്റ്റേജ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ മൈലുകൾ താണ്ടി ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, ഇത് ലീഡർക്കുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള വേദിയാണ്, കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പറ്റൂലെന്ന്. സാർ, ഇവന്റെ അച്ഛൻ ഇവിടെ വന്ന് ഒരിക്കൽ കഥ പറയാൻ സാധിക്കാതെ നാണം കെട്ടുപോയി. ആ നാണക്കേട് സഹിച്ചു നിൽക്കുക. ഇവനും കൂടെ ഇവിടെ കഥ പറയാൻ പറ്റിയില്ല എങ്കിൽ ഇനി ആത്മഹത്യയുള്ളയൊക്കെ മാർഗം. സാർ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി തരണം സാർ. നിങ്ങൾ വിജയനെ കണ്ടില്ലേ? അയാൾ മുങ്ങിക്കളഞ്ഞു. മുങ്ങിയിട്ടൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ വന്ന ഒരു കാറില്. അയ്യോ, ഏത് കാറില്? ഒരു ഫോർഡ് കാറാണ്. അതിപ്പോ ഈ രാജ്യത്ത് 10-25,000 ഫോർഡ് കാറില്ല. അത് ഏത് കാറാന്ന് എങ്ങനെ അറിയും? നമ്പർ പറ. 4444 ആണെന്ന് തോന്നുന്നു. ടെലിഫോൺ നമ്പറോ? അതും 44 തന്നെ. റേഷൻ കാർഡിന്റെ നമ്പർ? അതും 44 തന്നെ. ഇങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ നേരെ ഇരുട്ടി കഴിഞ്ഞാൽ 4 കാലയിലായിരിക്കുമല്ലോ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. അതെ, ഇവിടെ ഈ ആൾക്കാർ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്കൊന്ന് മാറി എന്ന് കൊടുക്കാം. കാര്യം എന്നറിയാം, ഇത് കഴിഞ്ഞിട്ട് അല്ല, അതെ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 പ്രോഗ്രാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് 3-4 ഡാൻസ് ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് നടത്താം. ഞാനേ മിസ്റ്റർ ഈസ്റ്റ് കോസ്റ്റ് വിജയനുമായിട്ടും ഈ ഏഷ്യാനെറ്റുകാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമുക്കൊരു വാമന പ്ലീസ്. ഇതൊക്കെ കഴിയുമ്പോ ഒരു നേരം വെളുക്കൂല്ലേ? അല്ല ആയിക്കോട്ടെ, കഥാപ്രസംഗം എത്ര മണിയായാലും ചെയ്യാം. വെളുത്താലും ചെയ്യാം. വാമനൻ സാർ അത് ചെയ്തേ പറ്റുള്ളൂ പ്ലീസ്. നമ്മളൊക്കെ വളർന്ന് വരുന്ന ചെറുപ്പക്കാരല്ലേ, പ്ലീസ്. കെഞ്ചണ നോക്കണേ. ഓ, അയ്യോ. ഇവൻ ഒരു വൃത്തിയില്ലാത്തവനാണ്. ഇവനെ കാണുന്ന പോലെയല്ല, വിവരം കെട്ടവനാണ്, ബുദ്ധിയില്ലാത്ത റാസ്കൽ, ഞരമ്പ് രോഗിയാണ്. പക്ഷെ എന്നാലും ഇവന്റെ വീക്ക്നെസ് ആണ്. യവൻ തുള്ളുമ്പോ കൂടെ ഞാനും അങ്ങ് തുള്ളിപ്പോ. സാറ് പറയണോലെ കേൾക്കാം. ഒരു അവസരം ഉണ്ടാക്കി തന്നെ തീർച്ചയായിട്ടും ഞാനാണ് പറയുന്നത്. സാറ് പറഞ്ഞോ നിങ്ങൾ പോകട്ടെ, കാലി വീഴാൻ. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ.